ഹരേ കൃഷ്ണ. രാധേ രാധേ സുഹൃത്തുക്കളെ. കഴിഞ്ഞ വീഡിയോൻ്റെ ഒരു തുടർച്ചയാണ് ഈ വീഡിയോ. കഴിഞ്ഞ വീഡിയോൻ്റെ വിഷയം എന്തുവായിരുന്നു? ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ എതിരെ ഉള്ള വലിയൊരു തെറ്റിദ്ധാരണയെ പറ്റിയായിരുന്നു നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതായത് ഭഗവാന്റെ വേറൊരു പേരാണ് മുകുന്ദൻ എന്ന്. മുകുന്ദൻ എന്ന് പറഞ്ഞാൽ മുക്തി തരുന്നവൻ, എല്ലാം ദുഃഖങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും മോചനം, മുക്തി തരുന്നവനാണ് ഭഗവാൻ. ഭഗവത്ഗീതയിലെ 18-ാം അധ്യായത്തിലെ 66-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. അതായത് പൂർണ്ണമായിട്ടും എന്നെ മാത്രം ശരണാഗതി എടുക്കുന്ന ഒരു വ്യക്തിക്ക് ഞാൻ പൂർണ്ണമായിട്ടും അവരുടെ പാപങ്ങളിൽ നിന്നും ഫലങ്ങളിൽ നിന്നുമൊക്കെ പൂർണ്ണമായിട്ടും മോചനം, മുക്തി നൽകും എന്ന് ഭഗവാൻ ഗ്യാരണ്ടി നൽകുവാണ്. അപ്പം നമ്മളുടെ ശാസ്ത്രങ്ങളിൽ പലയിടത്തും ഭഗവാൻ ഇങ്ങനത്തെ ഉറപ്പുകൾ നൽകിയിട്ടുണ്ട്. എന്നിട്ടും പല വ്യക്തികളുടെയും ഇടയിൽ ഇങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഭഗവാന്റെ ഭക്തന്മാർക്ക് ഭഗവാൻ കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ട് കൊടുക്കും, കുറച്ച് കൂടുതൽ പരീക്ഷിക്കും. അവരുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും, പക്ഷേ പരീക്ഷണം കുറച്ച് കൂടുതലുണ്ടാവും, അവരുടെ ജീവിതത്തിൽ കുറച്ച് കഷ്ടപ്പാട് കൂടുതലുണ്ടാവും എന്നുള്ള വലിയൊരു തെറ്റിദ്ധാരണ. അതിനെപ്പറ്റിയായിരുന്നു നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ ചർച്ച ചെയ്തത്. എന്നിട്ട് ഇങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാനുള്ള 3 പ്രധാനപ്പെട്ട കാരണങ്ങളെപ്പറ്റി നമ്മൾ സംസാരിച്ചായിരുന്നു. അതിൽ നിന്ന് 3-ാമത്തെ കാരണത്തിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാനുള്ള കാരണം, അതായത് ഭഗവാന്റെ ഭക്തന്മാർക്ക് കുറച്ച് കൂടുതൽ പരീക്ഷണം, കഷ്ടപ്പാടൊക്കെ കൊടുക്കും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാനുള്ള 3-ാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ പുരാണങ്ങളിൽ നിന്ന് ഉള്ള ചില കഥകളെ തെറ്റായ രീതിയിൽ അവതരിപ്പിക്കുന്നതുകൊണ്ടും മനസ്സിലാക്കുന്നതുകൊണ്ടും ഇങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണ ആൾക്കാരുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കഥയാണ് സുദാമാവിൻ്റെ കഥ. അതായത് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, സുദാമാവും ഭഗവാൻ ശ്രീകൃഷ്ണനും ചെറുപ്പം മുതലേ കൂട്ടുകാരായിരുന്നു, ഗുരുകുലത്തിൽ ഒരുമിച്ച് പഠിച്ച് വളർന്ന സുഹൃത്തുക്കളായിരുന്നു. എന്നിട്ടും സുദാമാവിന് പിന്നീട് പോയിട്ട് ദാരിദ്ര്യം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അതായത് ഭഗവാൻ, നമ്മൾ മനസ്സിലാക്കുന്നു, ഭഗവാൻ ലക്ഷ്മിപതിയാണ്, എല്ലാം ഐശ്വര്യങ്ങളുടെ നാഥനാണ്. ഭഗവാന് അസാധ്യമായിട്ടൊന്നുമില്ല, അസംഭവ്യമായിട്ടൊന്നുമില്ല. ഭഗവാന്റെ ഇച്ഛയില്ലാതെ ഒരു പുല്ലുപോലും അനങ്ങത്തില്ല എന്ന് നമ്മൾ അറിയുന്നു. എന്നിട്ട് ഭഗവാന്റെ ഏറ്റവും അടുപ്പമുള്ള ഈ ചെറുപ്പത്തിലുള്ള ആ സുഹൃത്തിന് ഇത്രയും ദാരിദ്ര്യം നൽകാനുള്ള കാരണം എന്താണ്? എന്നിട്ട് ഇതിൻ്റെ കാരണം നമ്മൾ ചെറുപ്പത്തിൽ മുതിർന്നവരുടെ വായിൽ നിന്ന് കേട്ട കഥയാണ്. അതായത് ഭഗവാൻ ശ്രീകൃഷ്ണനും സുദാമാവും ഗുരുകുലത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രാവശ്യം വനത്തിൽ വിറക് വെട്ടാൻ വേണ്ടി പോവുകയും അവിടെ ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ കൊടുങ്കാറ്റും മഴയുമൊക്കെ വരുന്ന കാരണം അവർ ഒരു മരത്തിൻ്റെ മേളിൽ കയറി മരത്തിൻ്റെ ആശ്രയം എടുക്കുകയും അങ്ങനെ ഇരുട്ടാവുമ്പോൾ സുദാമാവിൻ്റെ കയ്യിൽ ഒരു അവൽപ്പൊതി ഉണ്ടായിരുന്നു. ആ അവൽപ്പൊതി സുദാമാവ് ഭഗവാന് പങ്ക് കൊടുക്കാതെ സ്വയം കഴിക്കുകയും, അതുകൂടാതെ ഭഗവാൻ സുദാമാവിനോട് ചോദിക്കുമ്പോൾ, സുദാമാവ് എന്ത് ചെയ്യുവാണ് എന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല കൃഷ്ണ, ഒന്നും ചെയ്യുന്നില്ല എന്ന് കള്ളം പറയുകയും ചെയ്തത് കാരണം ആണ് ഭഗവാൻ, അങ്ങനത്തെ ഒരു അപരാധം ചെയ്തത് കാരണമാണ് ഭഗവാൻ സുദാമാവിന് ദാരിദ്ര്യം നൽകിയത് എന്നുള്ള ഒരു ചെറിയ കഥ നമ്മൾ മുതിർന്നവരുടെ വായിന്ന് ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, കരുണാസാഗരനായ ഭഗവാൻ, കൃപാ സിന്ധു, പിന്നെ ഭക്തവത്സലനായ ആ ഭഗവാന്റെ ചെറുപ്പത്തിലെ ഒരു സുഹൃത്ത്, വളരെ അടുപ്പമുള്ള ഒരു സുഹൃത്തിൻ്റെ ഒരു ചെറിയ അപരാധത്തിന് വേണ്ടി ഇത്രയും വലിയ ഒരു ശിക്ഷയാണ് നൽകിയത്. എത്രയോ വർഷങ്ങൾ ദാരിദ്ര്യം, കഷ്ടപ്പാട് അങ്ങനെയൊക്കെ നൽകി. ഇത് നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? എന്തായാലും ചെറുപ്പത്തിൽ ഇത് കേട്ടു, ഇത് വിശ്വസിച്ചു. വലുതായി കൃഷ്ണാവബോധത്തിൽ വന്നപ്പോൾ ഈ ഭാഗവതം വായിക്കാനുള്ള ഇടയുണ്ടായി. ഭാഗവതം വായിച്ചപ്പോൾ ഈ ഒരു കഥയിലേക്ക് വന്നപ്പോൾ സുദാമാവിൻ്റെ കഥ വായിച്ചപ്പോൾ ശരിയാണ്, രണ്ടുപേരും വനത്തിൽ പോകുന്നുണ്ട്. ഭഗവാനും സുദാമാവും വനത്തിൽ പോകുന്നുണ്ട് വിറക് വെട്ടാൻ. കൊടുങ്കാറ്റ് വരുന്നുണ്ട്, മഴ വരുന്നുണ്ട്, അതിനെപ്പറ്റി പറയുന്നുണ്ട്. പക്ഷേ എന്നിട്ട് പറയുന്നത്, അവർ കുറച്ച് വഴി തെറ്റുകയൊക്കെ ചെയ്തു, കുറച്ച് നേരം വിഷമിച്ചു.
പക്ഷേ അത് കഴിഞ്ഞ് അവരുടെ ഗുരുദേവനും അന്യശിഷ്യന്മാരും ഒക്കെ അന്വേഷിച്ച് വരികയും അവരെ കണ്ടുപിടിക്കുകയും എന്നിട്ട് ഗുരുദേവൻ അവരെ പുകഴ്ത്തുകയും ഒക്കെ ചെയ്യുന്ന പറ്റി പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം എവിടെയുമില്ല. സുദാമാവ് അവല് ഒളിപ്പിച്ച് കഴിക്കുകയും അങ്ങനത്തെ ഒരു കാര്യം എവിടെയും വിവരിച്ചിട്ടില്ല. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് ആദ്യം കണ്ടപ്പോൾ ഒന്ന് അതിശയിച്ചു. ഞാൻ വിചാരിച്ചു ഇത് എങ്ങനെയോ ഇതിൽ നിന്ന് മിസ്സായി പോയതാണോ, ഇനിയും ഈ ശ്ലോകങ്ങൾ ഉൾപ്പെടുത്താതെ അല്ലെങ്കിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയതാണോ, അങ്ങനെ ഒന്ന് അതിശയിച്ചു ഞാൻ. പിന്നെ ബാക്കി വേറെ പുസ്തകങ്ങളിലൊന്ന് തിരഞ്ഞു നോക്കി, എവിടെയും കണ്ടില്ല. വേറെ പുരാണങ്ങളിൽ നോക്കി, ഇങ്ങനത്തെ എവിടെയെങ്കിലും വിവരണം ഉണ്ടോ? ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി, ഇവിടെയും ഇങ്ങനത്തെ ഒരു കഥ ഇല്ല. ഈ സുദാമാവ് അവൽ കഴിക്കുന്ന കാര്യം, ഒളിപ്പിച്ച് അവൽ കഴിക്കുന്ന കാര്യം എവിടെയുമില്ല പുരാണങ്ങളിൽ. അപ്പോൾ ഇങ്ങനത്തെ ഒരു കെട്ടുകഥ ഈ ശരിയായ കഥയുടെ ഒരു ഭാഗമായത് എങ്ങനെ എന്ന് ഒരു പിടിയുമില്ല. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ ഇങ്ങനത്തെ ഒരു കഥ വ്യാപിച്ചിരിക്കുന്നത്. വടക്കേ ഇന്ത്യയിൽ ഇങ്ങനത്തെ കഥ ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു കെട്ടുകഥ കാരണം ആൾക്കാരുടെ ഉള്ളിൽ ഒരു ഭയമാണ്, ഒരു തെറ്റിദ്ധാരണയാണ് ഉണ്ടാവുന്നത്. അതായത് ചെറിയ കാര്യത്തിനും ചെറിയൊരു അപരാധത്തിനും ശിക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഭഗവാൻ. ഭഗവാൻ യഥാർത്ഥത്തിൽ നേരെ തിരിച്ചാണ്. ഭഗവാന്റെ നേരെ എതിരെ ചെയ്യുന്ന വലിയ വലിയ അപരാധങ്ങൾ വരെ ഭഗവാൻ ക്ഷമിക്കുക ചെയ്യുന്നത്. അതുകൊണ്ടാണ് കരുണാസാഗരൻ എന്ന് വിളിക്കുന്നത് ഭഗവാന്. പക്ഷെ ഒരാൾ മറ്റ് ഭക്തന്മാരെയോ അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങളെയോ ഒക്കെ ദ്രോഹിക്കുമ്പോഴാണ് ശരിക്കും ഭഗവാൻ കുറച്ച് പ്രതികരിക്കുന്നത്. ഇനിയും വന്നിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം സുദാമാവിന് ദാരിദ്ര്യമുണ്ടാകാനുള്ള യഥാർത്ഥ കാരണം എന്തുവായിരുന്നു. അതിനെപ്പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. ഹരേ കൃഷ്ണ, രാധേ രാധേ.